വൺ ഡേ കൊണ്ട് സ്വിറ്റ്സർലാൻഡ് എന്തേലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ? എന്നാൽ അതൊന്ന് ട്രൈ ചെയ്ത് കളയാന്ന് പറയട്ടെ. ഞാനും പാപ്പാനും പിള്ളേരെല്ലാരും കൂടെ ചേർന്ന് ഒരു 58 സ്ട്രേഞ്ചേഴ്സ് സ്വിറ്റ്സർലാൻഡിലേക്ക് വൺ ഡേ ട്രിപ്പ് പോയൊരു കഥ. 20th ആയിരുന്നു നമ്മുടെ ട്രിപ്പ്. അപ്പൊ 19th ഒരു 11:30 നമ്മൾ ട്രിപ്പ് വൂസ്ബർഗിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്റർലേക്കിന് എത്തി. അവിടെ നിന്ന് ഫ്രഷപ്പ് ആയി നല്ല കേര ബൈറ്റ്സിന്റെ അപ്പം മുട്ടക്കറി നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പിള്ളേരെ ഒന്ന് ഉഷാറാക്കിയിട്ട് നേരെ നമ്മൾ ഗ്രൈൻഡൽ വാളിലേക്ക് പോയി. സ്വിസ്സിൽ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ ആയിട്ടുള്ള ഗ്രൈൻഡൽ വാളിൽ വേണ്ടത്ര ടൈം സ്പെൻഡ് ചെയ്ത് ടോപ്പ് ഓഫ് ദി യൂറോപ്പ് കാണണം എന്നുള്ളവർ അങ്ങോട്ടേക്ക് ടിക്കറ്റ് എടുത്ത് പോയി, ഈഗർ ടോപ്പിലേക്ക് പോകണം എന്നുള്ളവർ അങ്ങോട്ടേക്ക് ടിക്കറ്റ് എടുത്തു, കേബിൾ കാറ്, എന്തെല്ലാം രീതിയിൽ അവരുടേതായിട്ടുള്ള ബഡ്ജറ്റിൽ എക്സ്പ്ലോർ ചെയ്യണോ അത് ചെയ്തിട്ട് എന്നിട്ട് അവിടെ നിന്ന് നേരെ വണ്ടിയിൽ കയറി എല്ലാവരും നല്ല മ്യൂസിക് ഒക്കെ കേട്ട് എൻജോയ് ചെയ്തൊരു 2 hours ഡ്രൈവിൽ നമ്മൾ ലിൻ ചോക്ലേറ്റ് മ്യൂസിയം, എല്ലാവരുടെയും സ്വിസ്സിലെ ഡ്രീം പ്ലേസ് ആയിട്ടുള്ള ലിൻ ചോക്ലേറ്റ് മ്യൂസിയത്തിൽ ഒരു VR ടൂറും അതേപോലെ നമുക്ക് കുറച്ച് ഫ്രീ ചോക്ലേറ്റ്സും നല്ല ചോക്ലേറ്റ് പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ട് ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള റൈൻ ഫോൾസിലേക്ക് പോയി. റൈൻ ഫോൾസിലാണെങ്കിൽ നമ്മുടെ ടിക്കറ്റ് ഓൾറെഡി ഇൻക്ലൂഡഡ് ആയിരുന്നു പാക്കേജില്. സോ എല്ലാരെയും കൂടി ചെറിയൊരു ബോട്ട് റൈഡ് ഒക്കെ ചെയ്ത് എൻജോയ് ചെയ്ത് വൺ ഡേയില് നമ്മൾ സ്വിറ്റ്സർലാൻഡ് പറ്റുന്നത്ര രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് എല്ലാവരെയും ഹാപ്പി ആക്കി തിരിച്ച് നേരെ വൂസ്ബർഗിൽ തന്നെ കൊണ്ടുവിട്ടപ്പോ എല്ലാരും പറഞ്ഞൊരു കാര്യമുണ്ട്, ചേച്ചി സെറ്റ് ട്രിപ്പായിരുന്നു. അപ്പൊ ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ ഫുൾ ഓൺ ആയിട്ട് ഒരു ട്രിപ്പാണ് നിങ്ങൾ സ്വിസ്സിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഇനി അധികം ബുദ്ധിമുട്ടുണ്ടാകുന്നേ നേരെ യൂറോപ്പ് ഓൺ വീൽസിൽ ചെക്ക് ചെയ്യുക, അപ്കമിങ് ട്രിപ്സ് ചെക്ക് ചെയ്യുക. സോ സീ യു ഗൈസ്.